ഈ പണിയൊക്കെ ആൺകുട്ടികൾ ചെയ്ത് എന്താ കുഴപ്പം? ആൺകുട്ടികൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, പെൺകുട്ടികൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂന്നേ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, വളർത്തു ദോഷം. അതന്നെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഒരു പണിയും ചെയ്യിപ്പിക്കാണ്ട് വളർത്തിയിട്ട് അതിന്റെയൊക്കെ അനുഭവിക്കുന്ന ഞാൻ ഒറ്റ ഒരുത്തിയാ. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ ആണുങ്ങൾ ഈ പണിയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങൾ പുറമേ ജോലിക്ക് പോയിട്ട് അവിടുത്തെ പണിയും ചെയ്ത് വീട്ടിൽ വന്ന ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നില്ലേ? അതേപോലെ നിങ്ങൾ ആണുങ്ങൾക്ക് ചെയ്ത എന്താ കുഴപ്പം? പിന്നെ ഞങ്ങൾ ആണുങ്ങളാണല്ലോ വീട്ടിൽ പണി ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാ നിന്നെയൊക്കെ കല്യാണം കഴിച്ചത്? അതന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന്. എന്തായാലും നമ്മുടെ കുഞ്ഞിനെ നിങ്ങളെ പോലെ വളർത്താൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ നിങ്ങളെ പോലുള്ള ആണുങ്ങൾ കാണാൻ വേണ്ടിട്ടേ ഞാൻ ഫോണിലൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി എടുത്തു നോക്ക്. വാ. സ്റ്റാറ്റസാ? വീട്ടുജോലികൾ ഭാര്യയുടെ മാത്രം കടമയല്ലെന്ന് സുപ്രീം കോടതി. ഭാര്യ വീട്ടുജോലി ചെയ്യുന്നില്ല എന്നത് ക്രൂരതയായി കണക്കാക്കാനാകില്ല. കാലം മാറുകയാണെന്നും ഭർത്താവും വീട്ടുജോലികളിൽ സഹായിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. പാചകം, പാത്രം കഴുകൽ, വീട് വൃത്തിയാക്കൽ എന്നിവയിൽ ഭർത്താവിനും സഹായിക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും വേലക്കാരിയല്ല ജീവിത പങ്കാളിയാണ് വിവാഹം കഴിക്കുന്നതെന്നും സുപ്രീം കോടതി ഒരു വിവാഹമോചന കേസ് തീർപ്പാക്കിയുള്ള ഉത്തരവിൽ പറഞ്ഞു.